കേരളത്തിലെ 4 ജില്ലകളിൽ NIA പരിശോധന. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് പരിശോധന നടന്നത്. തിരൂരങ്ങാടിയിൽ ലോറിയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിലായിരുന്നു അന്വേഷണം. തമിഴ്നാട്, തിരുച്ചിറപ്പള്ളി, വിരുദുനഗർ എന്നിവിടങ്ങളിലെ സ്ഫോടക വസ്തു നിർമ്മാണ ഫാക്ടറികളിലും റെയ്ഡ് നടന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 7-നാണ് മലപ്പുറം ചെമ്മാട് കോഴിക്കോട് റോഡിലെ ഹോളോബ്രിക്സ് കമ്പനി കോമ്പൗണ്ടിലെ റോഡിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. സേലത്ത് നിന്ന് ഉള്ളിച്ചാക്കുകളുടെ മറവിൽ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവരികയായിരുന്നു. വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിനാൽ കേസ് NIA ഏറ്റെടുത്തു. ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ പരിശോധന നടന്നത്. കേസിലെ പ്രതികളുടെയും ബന്ധുക്കളുടെയും വീട്ടിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടന്നത്. പ്രതിയായ മുക്കം സ്വദേശി ഹാരിസിന്റെ വീട്ടിലും സ്ഥാപനത്തിലും കണ്ടരാണ്ടിയിൽ സലീമിന്റെ വീട്ടിലും സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ മലപ്പുറം ചെമ്മാട്ടെ ഹോളോബ്രിക്സ് കടയിലും ജീവനക്കാരന്റെ വീട്ടിലും റെയ്ഡ് നടന്നു. ലോറി ഉടമയുടെ ഭാര്യ വീട്ടിലും ലോറി ഡ്രൈവർ കണ്ണൂർ ചുണ്ടിൽ സ്വദേശി അനിൽകുമാറിന്റെ വീട്ടിലും കാസർഗോഡ് കടുമേൻ സ്വദേശി ജോർജ് എന്നിവരുടെ വീട്ടിലും ക്വാറിയിലും ഒരേ സമയം പരിശോധന നടന്നു. ജോർജിന്റെ വീട്ടിൽ നിന്ന് 5 വർഷം പഴക്കമുള്ള ജെലാറ്റിൻ സ്റ്റിക്കുകൾ പിടികൂടി. മലപ്പുറത്ത് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസിലെ പ്രതിയുടെ സഹോദരനാണ് ജോർജ്. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് NIA പരിശോധന നടത്തിയത്. പ്രതികളുമായി പരിശോധന തുടരുകയാണ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.